ക്ഷമിക്കാൻ ചിലപ്പോൾ കുറേയും കൂടെ എളുപ്പമായിരിക്കും, മറന്നു കളയാൻ അത്ര എളുപ്പമല്ല. ക്ഷമിക്കാൻ മാത്രം പഠിച്ചാൽ പോരാ. ഇപ്പം ഞാൻ നിങ്ങളോട് പറയാണ്, ക്ഷമ വളരെ വലുതാണ്, അത് വേണ്ടതാണ്, ആട്ടിൻ സൂപ്പിനേക്കാൾ ഗുണം ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മട്ടൺ ഇഷ്ടമില്ലാത്തവരും ക്ഷമിച്ചു, നിങ്ങൾ ആളുകളോട് ക്ഷമിച്ചു. ക്ഷമ സ്വീകരിക്കാനും കൂടെ നമ്മൾ തയ്യാറാവണം. എന്ന് വെച്ചാൽ നോക്ക്, ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചു, എന്നിട്ട് ഞാൻ നിങ്ങളോട് സോറി പറയാണ്, എനിക്ക് തെറ്റ് പറ്റി, എനിക്കൊരു അബദ്ധം പറ്റി, അറിയാണ്ട് പെട്ടെന്ന് ഞാനിങ്ങനെ ദേഷ്യപ്പെട്ട് പോയതാണ്, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, സോറി. നിങ്ങൾക്ക് എന്നോട് ക്ഷമിക്കാം അല്ലേ? അച്ഛൻ ചെയ്ത തെറ്റ് നിങ്ങൾക്ക് എന്നോട് ക്ഷമിക്കാം. അങ്ങനെ ക്ഷമിച്ചാൽ മാത്രം പോരാ. ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചു, നിങ്ങൾ എന്നോട് ക്ഷമിച്ചു, പോരാ. നിങ്ങൾ ക്ഷമ സ്വീകരിക്കാനും കൂടെ തയ്യാറാവണം. എന്ന് വെച്ചാൽ വി ഷുഡ് ഫോർഗീവ് അവേഴ്സെൽവ്സ്. നമ്മളോടും കൂടി ഒന്ന് പൊറുക്കാൻ തയ്യാറാവണം. നമ്മളോടും കൂടെ പൊറുക്കാന്ന് പറഞ്ഞാൽ ആ വ്യാഖ്യാനം ഇതിനോടൊന്ന് ചേർത്ത് ചിന്തിക്കുക. എത്രയോ അബദ്ധങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്, ശരിയാണോ? നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടമില്ലാത്ത രീതിയിൽ കുറേ മണ്ടത്തരങ്ങൾ നമ്മൾ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. ആവർത്തിച്ച് ചില പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ ഒഴിവാക്കണം എന്ന് ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നമ്മൾ ആവർത്തിച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ക്ഷമിക്കണം. ആരോട് ക്ഷമിക്കണം? നമ്മളോട് തന്നെ ഒന്ന് ക്ഷമിക്കണം. ആ ക്ഷമ നമ്മൾ സ്വീകരിക്കണം. നമുക്ക് ഇഷ്ടമില്ലാത്ത ചില സ്വഭാവ രീതികളുണ്ട്. ഫോർഗീവ്, സാരമില്ലടാന്ന് തന്നെ അങ്ങ് പറ. ചിലപ്പോൾ പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകും. നിങ്ങളുടെ ഇരിക്കുന്ന വലിയ ശതമാനം 90% ആൾക്കാരും ദേഷ്യക്കാരാണ്. ദേഷ്യമില്ല എന്ന് പറയുന്ന 10% നുണയന്മാരും നുണച്ചികളുമാണ്. എല്ലാവരും ദേഷ്യപ്പെടും. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനം കൂടെയാണ് ദേഷ്യം എന്നുള്ളത്. ഇതെൻ്റെ കുറവാണ്. ഐ ഫോർഗീവ്. എന്നോട് തന്നെ ഞാൻ ക്ഷമിക്കാം. നിരാശപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ട്. ഇതൊരിക്കലും നടക്കില്ലെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന കരയുന്ന ആളുകളുണ്ട്. ഫോർഗീവ്. ഈ നിരാശപ്പെടുന്ന എന്നോട് ഞാൻ ക്ഷമിക്കുന്നു. ആ ക്ഷമ സ്വീകരിക്കുക. എല്ലാവരോടും ദേഷ്യപ്പെടുന്ന എൻ്റെ സ്വഭാവത്തോട് ഞാൻ ക്ഷമിക്കുന്നു. പെട്ടെന്ന് തൊട്ടാവാടിയായി പോകുന്ന എൻ്റെ സ്വഭാവത്തോട് ഞാൻ ക്ഷമിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളെ ഓർത്തിങ്ങനെ വേദനിച്ചിരിക്കുന്ന എൻ്റെ സ്വഭാവ കുറവുകളോട് ഞാൻ ക്ഷമിക്കുന്നു. നമ്മൾ ക്ഷമിച്ചാൽ മാത്രം പോരാ, ക്ഷമ സ്വീകരിക്കുന്നവരും ആകണം. നമ്മളോട് തന്നെ നമ്മൾ ക്ഷമിക്കണം. ആ ക്ഷമയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഇപ്പം ഇല്ലെങ്കിൽ എന്നാ സംഭവിക്കുന്നറിയോ? നമ്മൾ ഈ അനുഭവിച്ച വേദനകൾ, നമ്മുടെ പരാജയങ്ങളൊക്കെ ഒരു മുറിവായിട്ട് ഇങ്ങനെ നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതെന്താ ഇങ്ങനെ? എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ നിരാശപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ദേഷ്യപ്പെടുന്നത്? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ മാത്രം ഒന്നും ശരിയാവാത്ത? എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഒരു ഉത്തരം കിട്ടാത്ത? ഈ മുറിവുകൾ ഇങ്ങനെ കൂടി ആ മുറിവിലേക്ക് നോക്കി അതൊരു വ്രണമായി മാറി നമ്മൾ ഇങ്ങനെ പഴുത്ത് ചീഞ്ഞിരിക്കും. പകരം പറയുന്നത്, വിശുദ്ധര് പറയുന്നതൊക്കെ കേൾക്കുക. ആരുടെ മുറിവിലേക്ക് നോക്കണം? ഈശോയുടെ മുറിവിലേക്ക്. എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, പക്ഷെ ക്ഷമിച്ച ഈശോയുണ്ട്. എനിക്ക് പൊറുക്കാൻ പറ്റണില്ല, പക്ഷെ ഇതെല്ലാം മറന്നു കളഞ്ഞൊരു ഈശോയുണ്ട്. വേദനിച്ച് സ്വയം കീറി മുറിക്കുന്ന ഞാനുണ്ട്, പക്ഷേ ക്ഷമിച്ച, സ്നേഹിച്ച, മുറിവുകളിലൂടെ എന്നെ സൗഖ്യപ്പെടുത്ത ഈശോ ഉണ്ട്. നമ്മുടെ മുറിവുകളിലേക്ക് നോക്കുക, നമ്മൾ സൗഖ്യം പ്രാപിക്കും. ആരുടെ മുറിവിലേക്ക്? ഈശോയുടെ മുറിവിലേക്ക്. നമ്മുടെ മുറിവിലേക്ക് നോക്കിയാലോ നമ്മൾ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും.